So welcome students. നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ we discussed about signal to noise ratio, what you mean by signal, what you mean by noise, and we discussed about how to calculate the signal to noise ratio, and we discussed about what are the different types of noise that comes in the instrument. Then next one we go with the methods of enhancing S by N. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിഗ്നൽ ടു നോയ്സിനെ കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയാണ് നോയ്സ് വരുന്നത്, പല ടൈപ്പ് നോയ്സിനെ കുറിച്ച് നമ്മുടെ കെമിക്കൽ നോയ്സും ഇൻസ്ട്രുമെന്റൽ നോയ്സ്, അത് ഇൻസ്ട്രുമെന്റൽ നോയ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. തെർമൽ നോയ്സ്, ഷോക്ക് നോയ്സ്, ലിക്വിഡ് നോയ്സ്, എൻവയറൺമെന്റൽ നോയ്സ് എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. പിന്നെ നമ്മൾ നെക്സ്റ്റ് എങ്ങനെയാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് കൂട്ടാൻ പറ്റും, ഹൗ ടു എൻഹാൻസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടുമ്പോഴാണ് ഞാൻ പറഞ്ഞു, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല ഒരു സിഗ്നലിന്റെ ഇന്റൻസിറ്റി കൂട്ടാനുള്ള മാർഗം. ജസ്റ്റ് സിഗ്നലിന്റെ ഇന്റൻസിറ്റി മാത്രം കൂട്ടിയുകൊണ്ട് കാര്യമില്ല, കാരണം നോയ്സിന്റെ ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ അത് ആക്ച്വലി സിഗ്നലിനെ ബാധിക്കും. അപ്പൊ എപ്പോഴും സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടുകയാണ് എപ്പോഴും നല്ലത്. അപ്പൊ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടാൻ നമുക്ക് പല മാർഗങ്ങളുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട മാർഗങ്ങൾ, ഒന്ന് ഹാർഡ്വെയർ മെത്തേഡ്സ് ആണ്, അതായത് ഓരോ പുതിയ സാധനങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യാം, അങ്ങനെ ഹാർഡ്വെയർ മെത്തേഡ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മെത്തേഡ്സ്, സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഹാർഡ്വെയർ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ ഹാർഡ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, എസ് ബൈ എൻ റേഷ്യോ കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ട് നമുക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടാം. നമുക്ക് ആദ്യം ഹാർഡ്വെയർ മെത്തേഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഹാർഡ്വെയർ മെത്തേഡ്സ് എന്താണ്? ഹാർഡ്വെയർ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റിലോട്ട് പല കമ്പോണൻസ് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യണം. ഹാർഡ്വെയർ, അതായത് ഫിൽറ്റർ, ചോപ്പർ, ഷീൽഡ്, മോഡുലേറ്റേഴ്സ്, ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്ന പല ടൈപ്പ് ഹാർഡ്വെയർ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാം. ഹാർഡ്വെയർ ഇൻസ്റ്റോൾ ചെയ്ത ഫിൽറ്റേഴ്സ്, ചോപ്പർ, ഷീൽഡ്, മോഡുലേറ്റർ എല്ലാം നമുക്ക് നോയ്സ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ ഹാർഡ്വെയർ മെത്തേഡ്സ് തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതില് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഷീൽഡിംഗ് ആൻഡ് ഗ്രൗണ്ടിംഗ് ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് അനലോഗ് ഫിൽറ്ററിംഗ് ആണ്. മൂന്നാമത്തെ മെത്തേഡ് മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. നാലാമത്തെ ഡിഫറൻസ്, മേക്കിംഗ് യൂസ് ഓഫ് ഡിഫറൻസ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ആംപ്ലിഫയർ. ഈ നാല് മെത്തേഡ് ഹാർഡ്വെയർ മെത്തേഡ്സിൽ വരുന്ന കാറ്റഗറീസ് ആണ്. അപ്പൊ ഇതിൽ ഓരോ നമുക്ക് ചെറിയ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിൽ ആദ്യം ഷീൽഡിംഗ് ആൻഡ് ഗ്രൗണ്ടിംഗ്. ഷീൽഡിംഗ് ആൻഡ് ഗ്രൗണ്ടിംഗ് മെയിൻ ആയിട്ട് എൻവയറമെന്റൽ നോയ്സ് കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഷീൽഡിംഗ് ആൻഡ് ഗ്രൗണ്ടിംഗ് വഴി പ്രധാനമായിട്ട് എൻവയറമെന്റൽ നോയ്സ് കുറയ്ക്കാൻ പറ്റും. കാരണം എൻവയറമെന്റൽ നോയ്സ് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഓരോ ഇലക്ട്രോണിക് കമ്പോണന്റും ഓരോ ഇലക്ട്രിക് കണ്ടക്ടറും ഒരു ആന്റിനായിട്ട് ആക്ട് ചെയ്യും. അത് ഈ ആന്റിന എന്ത് ചെയ്യും? നമ്മുടെ ചുറ്റുപാടുള്ള സകല ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ, അത് ഇലക്ട്രോമാഗ്നറ്റിക് നോയ്സിനെയൊക്കെ ഔട്ട്പുട്ട് ചെയ്യും. അത് ആക്ച്വലി ഔട്ട്പുട്ടിൽ നോയ്സ് ആയിട്ട് എൻവയറമെന്റൽ നോയ്സ് ആയിട്ട് അത് വരിക ചെയ്യും. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ അല്ലെങ്കിൽ ആ സർക്യൂട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടക്ടറിനെ നമ്മൾ ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടിങ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ അതിനെ കവർ ചെയ്യും. അതിനാണ് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സർക്യൂട്ടിനെ അല്ലെങ്കിൽ ആ സർക്യൂട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ കമ്പോണന്റിനെ നമ്മൾ ഒരു കണ്ടക്ടിങ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ അതിനെ കവർ ചെയ്യും. എന്നിട്ട് ഈ കവർ നമ്മൾ എന്ത് ചെയ്യും? എർത്തിലോട്ട് കണക്ട് ചെയ്തത്. അപ്പോ ഇതാണ് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റേഡിയേഷനെ, ഈ പുറത്തുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പിക്ക് ചെയ്യുന്നത് ഇപ്പൊ ഈ കണ്ടക്ടറാണ്. അതായത് ഈ അതിനെ കവർ ചെയ്യുന്ന കണ്ടക്ടർ അല്ല, അതിനെ കവർ ചെയ്യുന്ന ഷീൽഡാണ്. അപ്പൊ ഈ കണ്ടക്ടർ പിക്ക് ചെയ്യുന്നത്, കാരണം അതിന്റെ പുറത്തൊരു കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ ഒരു കവർ, ഈ കണ്ടക്ടർ മെറ്റീരിയൽ കവറാണ് ഈ പുറത്തുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പിക്ക് ചെയ്യുന്നത്. അപ്പൊ അകത്തുള്ള കണ്ടക്ടർ അത് പിക്ക് ചെയ്യില്ല, ഈ പുറത്തുള്ള കമ്പാർട്ട്മെന്റ് ആന്റിനായിട്ട് ആക്ട് ചെയ്യും. അത് ഈ പിക്ക് ചെയ്ത നോയ്സ് പിന്നെ എന്ത് ചെയ്യും? അത് എർത്തിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? അത് എർത്തിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഉപയോഗം, ഷീൽഡിംഗ് ആൻഡ് ഗ്രൗണ്ടിംഗ്. എൻവയറമെന്റൽ നോയ്സ് ക്യാൻ ബി often be substantially reduced by shielding. Shielding consists of surrounding a circuit or the most critical conductor in a circuit with a conducting material that is attached to the electromagnetic radiation from the environment is then absorbed by the shield. അപ്പൊ പിന്നെ പുറത്തുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പിക്ക് ചെയ്യുന്ന ഷീൽഡ് ആയിരിക്കും, അത് പിന്നെ എർത്തിലോട്ട് അത് കണക്ട് ചെയ്യും ചെയ്യും. അതിനെയാണ് ഷീൽഡിംഗ് ആൻഡ് ഗ്രൗണ്ടിംഗ്. സിമ്പിൾ മെത്തേഡാണ്. പക്ഷേ ആക്ച്വലി ഇറ്റ് വിൽ ഇൻക്രീസ് ദ സൈസ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഓർ ദി കമ്പോണന്റ്. കമ്പോണന്റ് സൈസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതിന് പുറത്ത് ഷീൽഡ് നമ്മൾ കവർ ചെയ്യത്തില്ല. അപ്പൊ അതിന് കുറച്ച് സ്പേസ് വേണം.
അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കുറച്ചൊരു സ്പേസ് അല്ലെങ്കിൽ കുറച്ച് ബൾബ് ആക്കാൻ സാധ്യത ഉണ്ട്. Anyway, it is a very good method for reducing the environmental noise. ഇനി രണ്ടാമത്തെ മെത്തേഡ് അനലോഗ് ഫിൽറ്ററിംഗ്. അപ്പോൾ അനലോഗ് ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ തെർമൽ നോയ്സ്, ഫ്ലിക്കർ നോയ്സ് ഒക്കെ പറഞ്ഞാണ് ഈ ടൈപ്പ് അനലോഗ് ഫിൽറ്ററിംഗ്. അപ്പൊ അതിൽ നമ്മൾ ബാൻഡ് ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബാൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ബാൻഡ് സിഗ്നൽസ് മാത്രം അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അതിനാണ് ബാൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ബാൻഡ് ഫിൽറ്റേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്. ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി കമ്പോണൻസിനെ മാത്രമേ അത് കടത്തി വരൂ. ഇറ്റ് ഫിൽറ്റർ ഔട്ട് ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ്, or it will remove high frequency components. അപ്പൊ അതിനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ഉള്ള ഒരു ഇതുണ്ട്. അപ്പൊ ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലോ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ഒരു ഇത്ര റേഞ്ചിലുള്ളത് അത് കടത്തുള്ളൂ. അപ്പൊ ഫോർ എക്സാമ്പിൾ 300 നാനോമീറ്ററിന്റെ എബവ് ഉള്ള ഫ്രീക്വൻസി ഒന്നിനെയും അത് കടത്തി വിടില്ലെങ്കിൽ 300 നാനോമീറ്ററിൽ താഴെയുള്ള സിഗ്നൽസ് മാത്രം സിഗ്നൽസ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യൂ. 300 മുകളിലുള്ള ഒരു സിഗ്നൽസിനെ അത് കടത്തി വിടില്ല, അത് ഫിൽറ്റർ ചെയ്ത് അത് കളയും. അതാണ് ലോ പാസ് ഫിൽറ്റർ. ഹൈ പാസ് ഫിൽറ്റർ നേരെ തിരിച്ചാണ്. ലോ ഫ്രീക്വൻസി കമ്പോണൻസിനെ അത് ഫിൽറ്റർ ചെയ്ത് കളയും. ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് മാത്രം അത് ഫിൽറ്റർ ചെയ്ത് കടത്തിവിടും. അപ്പൊ അതാണ് ഹൈ പാസ് ഫിൽറ്റർ. അപ്പൊ ഇങ്ങനെ ഈ ബാൻഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് ഫിൽറ്റർ നോയ്സിനെ അല്ലെങ്കിൽ തെർമൽ നോയ്സിനെയൊക്കെ നമുക്ക് ഷോർട്ട് നോയ്സിനൊക്കെ കുറയ്ക്കാൻ പറ്റും. ലോ പാസ് ഫിൽറ്റർ എഫക്റ്റീവ്ലി റിമൂവ്സ് മെനി ഓഫ് ദി ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ഓഫ് ദി സിഗ്നൽ ഇൻക്ലൂഡിംഗ് തെർമൽ ആൻഡ് ഷോർട്ട് നോയ്സ്. ഇപ്പൊ ഹൈ ഫ്രീക്വൻസിയിലാണ് ഈ നോയ്സ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിനെ അത് ഫിൽറ്റർ ചെയ്ത് കുറയും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ലോ പാസ് ഫിൽറ്റർ ചെയ്യും. ലോ പാസ് ഫിൽറ്റർ ലോ ഫ്രീക്വൻസി കമ്പോണൻസിനെ മാത്രമേ കടത്തി വിടും, ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിനെ അത് കടത്തി വിടും. അപ്പൊ തെർമൽ നോയ്സ്, ഷോർട്ട് നോയ്സ് പോലുള്ള നോയ്സ് ഹൈ ഫ്രീക്വൻസിയിലാണ് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ളതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോ പാസ് ഫിൽറ്റർ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ലോ പാസ് ഫിൽറ്റർ റിമൂവ് ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ്. അപ്പൊ ഓർക്കണം, അവിടെ സിഗ്നൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിന്റെ നോയ്സ് മാത്രം ഉണ്ടാകാൻ പറ്റും. അല്ലെങ്കിൽ ലോ പാസ് ഫിൽറ്റർ ഇപ്പൊ നമ്മുടെ സിഗ്നലിന്റെ ഇന്റൻസിറ്റി ഹൈ ഫ്രീക്വൻസിയിലാണ് ഉള്ളതെങ്കിൽ ലോ പാസിൽ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ സിഗ്നൽ പോകും. കാരണം ഹൈ ഫ്രീക്വൻസിയിലാണ് സിഗ്നൽ ഉണ്ടാകുന്നത്, സിഗ്നൽ പോകും. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. സിഗ്നലിന്റെ ഇന്റൻസിറ്റി ഹൈ ഫ്രീക്വൻസിയിൽ കുറവായിരുന്നു, പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നോയ്സിന്റെ ഇന്റൻസിറ്റി അവിടെ കൂടുതലാണെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പോണൻസ് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കളയും. അപ്പൊ അതിനെയാണ് ലോ പാസ് ഫിൽറ്റർ. ഈ നേരെ തിരിച്ചുള്ള ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്. High pass filter reduce the effect of drift and other low frequency flicker noise. Flicker noise ഉണ്ടാകുന്ന എവിടെയാണ്? Flicker noise ഞാൻ നേരത്തെ പറഞ്ഞു, അത് 1/f noise ആണ്. അപ്പൊ ലോ ഫ്രീക്വൻസിയിലാണ് ഫ്ലിക്കർ നോയ്സ് ഉണ്ടാവുക. അപ്പോൾ ഹൈ പാസ് ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി കമ്പോണൻസിനെല്ലാം അത് ഫിൽറ്റർ ചെയ്ത് കളയും, റിമൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്ലിക്കർ നോയ്സ് നമുക്ക് കളയാൻ പറ്റില്ല. ഫ്ലിക്കർ നോയ്സിലേക്ക് കളയാനുള്ള നല്ല മാർഗം എന്ന് പറയുന്നത് ഹൈ പാസ് ഫിൽറ്റർ ഉപയോഗിക്കും. High pass filter reduces the effect of drift and other low frequency flicker noise, thereby reducing the flicker noise intensity. അതാണ് ഹൈ പാസ് ഫിൽറ്റർ. അപ്പൊ ബാൻഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് ഇതിനെയാണ് അനലോഗ് ഫിൽറ്ററിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ നോയ്സ് ഹൈ ഫ്രീക്വൻസി റീജിയനിലാണ് കൂടുതലെങ്കിൽ നമ്മൾ ലോ പാസ് ഫിൽറ്റർ ഉപയോഗിക്കുക. നേരെ മറിച്ച് ലോ ഫ്രീക്വൻസിയിലാണ് നോയ്സിന്റെ ഇന്റൻസിറ്റി കൂടുതലെങ്കിൽ നമ്മൾ ഹൈ പാസ് ഫിൽറ്റർ ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് അനലോഗ് ഫിൽറ്റർ വഴി ഒരു പരിധി വരെ നമുക്ക് നോയ്സിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനിയുള്ള മോഡുലേഷൻ. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മാറ്റുക. നമ്മൾ സൗണ്ടിനെ മോഡുലേറ്റ് ചെയ്യാൻ പറയും. സൗണ്ടിനെ മോഡുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ ഏറ്റക്കുറിച്ച് ഇതാക്കുക. സൗണ്ടിനെ നമ്മൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, സൗണ്ടിന്റെ ഫ്രീക്വൻസി മാറ്റുക. അതിനെയാണ് നമ്മൾ മോഡുലേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മോഡുലേഷൻ വഴി നമുക്ക് ഈ ടൈപ്പ് എന്താ പറയുക, ഈ ടൈപ്പ് നോയ്സിനൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ പറയാ, മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ 1/f noise is several times larger than the types of noise that predominates at high frequencies. അപ്പോ ഹൈ ഫ്രീക്വൻസി റീജിയനിലേക്കാളും ലോ ഫ്രീക്വൻസിയിലാണ് കൂടുതൽ നോയ്സ് ഉണ്ടാവുക. കാരണം അതിന് പ്രധാന കാരണം ഈ പറയുന്ന ഫ്ലിക്കർ നോയ്സ് ആണ്, അല്ലെങ്കിൽ 1/f നോയ്സ്. അപ്പൊ 1/f നോയ്സ് ലോ ഫ്രീക്വൻസി കമ്പോണന്റ് റീജിയനിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കൊരു ലോ ഫ്രീക്വൻസി സിഗ്നലാണ് നമുക്ക് വേണ്ടത്. ഇൻസ്ട്രുമെന്റിൽ നിന്ന് വരുന്ന ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണെങ്കിൽ അവിടെ നാച്ചുറലി ഫ്ലിക്കർ നോയ്സ് ഇന്റൻസിറ്റിയും വളരെ കൂടുതലായിരിക്കും. അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ സൗണ്ട് ഈ സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി ഓർ DC ലോ ഫ്രീക്വൻസിയിൽ വരുന്ന സിഗ്നൽസിനെ അല്ലെങ്കിൽ DC സിഗ്നൽസിനെ
ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നൊക്കെ വരുന്ന സിഗ്നൽസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആക്കി മാറ്റുക. ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആക്കി മാറ്റുമ്പോൾ അവിടെ 1/f നോയ്സ്, അതായത് ഫ്ലിക്കർ നോയ്സ് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം 1/f നോയ്സ് ലോ ഫ്രീക്വൻസിയിലാണ് വരുന്നത്. ഹൈ ഫ്രീക്വൻസിയിൽ ഫ്ലിക്കർ നോയ്സിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ ഹൈ ഫ്രീക്വൻസി ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്ത സിഗ്നലിനെ പിന്നീട് നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. അപ്പൊ ലോ ഫ്രീക്വൻസി ശരിക്കും ഇൻസ്ട്രുമെന്റ് ഔട്ട്പുട്ട് ചെയ്യുന്ന ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. അതിനെ നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാക്കി മാറ്റുമ്പോൾ ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി സിഗ്നലാക്കി മാറ്റുമ്പോൾ ആക്ച്വലി കുറെ നോയ്സ് അങ്ങനെ മാറുന്നു. എന്നിട്ട് ആ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ നമ്മൾ മാറ്റിയ മോഡുലേറ്റ് ചെയ്ത ആ സിഗ്നലിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെ ഇനി ആ ഈ മോഡുലേറ്റ് ചെയ്ത സിഗ്നലിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ ഒരു ഹൈ പാസ് ഫിൽറ്ററിൽ കൂടി കടത്തിവിടും. ഹൈ പാസ് ഫിൽറ്ററിൽ കൂടി കടത്തിവിടുമ്പോൾ ലോ സിഗ്നൽസ്, ലോ ഫ്രീക്വൻസി സിഗ്നൽ അങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഈ സിഗ്നലിനെ ആദ്യം ആംപ്ലിഫൈ ചെയ്യും, അതായത് ആദ്യം ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യും. ഹൈ ഫ്രീക്വൻസി സിഗ്നലാക്കി കൺവേർട്ട് ചെയ്തിട്ട് ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ആ ആംപ്ലിഫൈ ചെയ്ത മോഡുലേറ്റഡ് സിഗ്നലിനെ നമ്മൾ ഒരു ഹൈ പാസ് ഫിൽറ്ററിൽ കൂടി കടത്തും. ഹൈ പാസ് ഫിൽറ്ററിൽ കൂടി കടത്തി വരുമ്പോൾ അതിലുള്ള ലോ ഫ്രീക്വൻസി സിഗ്നൽ എല്ലാം പോകും, ലോ ഫ്രീക്വൻസി സിഗ്നൽ പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുവഴി ഫ്ലിക്കർ നോയ്സ് അങ്ങനെ പോയി കിട്ടും. അങ്ങനെ ചെയ്ത സിഗ്നലിനെ എന്ത് ചെയ്യും, പിന്നെ തിരിച്ച് ഡിമോഡുലേറ്റ് ചെയ്യും. ഡിമോഡുലേറ്റ് ചെയ്യുന്ന അതിന് ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ തിരിച്ച് അതിന്റെ പ്രീവിയസ് ഹൈ ഫ്രീക്വൻസിയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിനെ ഡിമോഡുലേഷൻ എന്ന് പറയും. അങ്ങനെ അതിനെ പിന്നെ ഫിൽറ്റർ ചെയ്യും, ലോ പാസ് ഫിൽറ്ററിൽ കൂടി കടത്തി വരും. ലോ പാസ് ഫിൽറ്ററിൽ കൂടി കടത്തി വരുമ്പോൾ ഹൈ ഫ്രീക്വൻസി സിഗ്നലിലേക്ക് അത് ഫിൽറ്റർ ചെയ്ത് മോഡുലേറ്റ് ചെയ്യാത്ത ഹൈ ഫ്രീക്വൻസി സിഗ്നലിൽ അതങ്ങനെ ലോ പാസ് ഫിൽറ്ററിൽ കൂടി അത് പോകും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെയാണ് മോഡുലേഷൻ, ഫ്രീക്വൻസി കൂട്ടി കുറയ്ക്കുക, ഇങ്ങനെയാണ് മോഡുലേഷൻ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്. ഇതാണ് ആക്ച്വലി ഒരു സിഗ്നലാണ്, കിട്ടുന്ന സിഗ്നൽ. ഇത് വളരെ ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. 0.001 അതിൽ 0.01 ഹെർട്സിലുള്ള ഒരു സിഗ്നലാണ്. അപ്പൊ ഈ സിഗ്നൽ, ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്ത് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാക്കി കണ്ടാണ്. അപ്പൊ 1 to 100 ഹെർട്സ്, 1 മുതൽ 100 ഹെർട്സ് സിഗ്നലാക്കി, ഫ്രീക്വൻസി സിഗ്നലാക്കി ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പൊ അവിടെയും ഈ നോയ്സ് ഉണ്ട്, ഈ ഫ്ലിക്കർ നോയ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ടൈപ്പ് നോയ്സിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യും. നാച്ചുറലി ഇതിനെ ഇതും ആംപ്ലിഫൈ ചെയ്യും, നോയ്സും ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ, ആ നോയ്സിനെ നമ്മൾ ഇതാണ് നോയ്സ് എന്ന് പറയും. ഇതാണ് നമ്മുടെ വേണ്ട സിഗ്നൽ. ഈ സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്യും. മോഡുലേറ്റ് ചെയ്തപ്പോൾ നോയ്സ് അതിനൊപ്പം വന്നിട്ടുണ്ട്. ഇനി അതിനൊരു ഹൈ പാസ് ഫിൽറ്റർ കൂടി കടത്തി, ഹൈ പാസ് ഫിൽറ്റർ കൂടി കടത്തി വരുമ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ അത് മാറ്റും. അപ്പൊ ലോ ഫ്രീക്വൻസി സിഗ്നൽ എന്തൊക്കെയാണ്, ഇതൊക്കെ ഈ റീജിയനൊക്കെ വരുന്ന സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും, റിഡ്യൂസ് ചെയ്യും. നമ്മൾക്ക് വേണ്ട ഈ സിഗ്നൽ മാത്രം അത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ മാത്രം അത് കൊടുക്കും. അതിനുശേഷം ഇതിനെ തിരിച്ച് ഡിമോഡുലേറ്റ് ചെയ്യും. ഡിമോഡുലേറ്റ് ചെയ്തിട്ട് അതിനെ തിരിച്ച് ലോ ഫ്രീക്വൻസി ആക്കി മാറ്റും. എന്നിട്ട് അതിനെ ഒരു ലോ പാസ് ഫിൽറ്റർ കൂടി കടത്തും. ലോ പാസ് ഫിൽറ്റർ കൂടി കടത്തി വിടുമ്പോൾ ലോ ഫ്രീക്വൻസി കമ്പോണൻസ് മാത്രമേ കടന്നു ചെല്ലുള്ളൂ, ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിനെ അത് റിമൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ തിരിച്ച സിഗ്നലിനെ ഈ ഒരു ഇതിലോട്ട് തിരിച്ചു വരും. പക്ഷെ നോയ്സ് ഇല്ലാത്ത ഒരു സിഗ്നൽ ആക്കി ഇത് ഒരു ഡിമോഡുലേറ്റ് സിഗ്നൽ, ഇത് മോഡുലേറ്റ് സിഗ്നൽ, ആ മോഡുലേറ്റ് സിഗ്നൽ തിരിച്ച് ഡിമോഡുലേറ്റ് ചെയ്യും. പിന്നെയാണ് മോഡുലേഷൻ. നമ്മൾ ഇത് കിട്ടുന്ന സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്ത് ഡിമോഡുലേറ്റ് ചെയ്തത്, അത് മെയിൻലി ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും കൂടി കടത്തി വിട്ടിട്ട് നമ്മൾ അതിനെ തിരിച്ച് അതിന്റെ സ്റ്റേറ്റിലോട്ട് വിട്ടിട്ട് പക്ഷെ ആ വരുന്ന സിഗ്നലിനെ നോയ്സ് ഫ്രീ ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ, ഇത് മെയിൻലി ഫ്ലിക്കർ നോയ്സ് കളയാനാണ് ഇത് മോഡുലേഷൻ എന്ന് നമ്മൾ പറഞ്ഞ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് യു മീൻ ബൈ മോഡുലേഷൻ. ഇതൊരു ഹാർഡ്വെയർ മെത്തേഡ്. പിന്നെ ഡിഫറൻസ് ആംപ്ലിഫയർ. ഡിഫറൻസ് ആംപ്ലിഫയർ മോസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എംപ്ലോയ് എ ഡിഫറൻസ് ആംപ്ലിഫയർ ഫോർ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷൻ. ഈ നമ്മളിവിടെ ഒരു ഡിഫറൻസ് ആംപ്ലിഫയർ, ഈ ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് ആണ്. ഇതൊരു ഡിഫറൻസ് ആംപ്ലിഫയർ ആണ്. ഈ ഡിഫറൻസ് ആംപ്ലിഫയറിന്റെ പ്രത്യേകത, അതിന്റെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെന്ന് അതായത് ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡിഫറൻസ് ആംപ്ലിഫയറിന് 2 ഔട്ട്പുട്ടും 1 ഇൻപുട്ടും ആണ്.
സോറി, രണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട്. അപ്പൊ ഔട്ട്പുട്ട് ഒന്നേ ഉള്ളൂ, രണ്ട് ഇൻപുട്ട് ഉണ്ട്. അപ്പൊ ഇത് ഈ രണ്ടെണ്ണം അതിന്റെ ഇൻപുട്ടാണ്. ഞാൻ ഈ പറഞ്ഞ ഇത് രണ്ടെണ്ണം ഡിഫറൻസ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടും ഇത് അതിന്റെ ഔട്ട്പുട്ടാണ്. അതായത് ഇതിനെ ഡിഫറൻസ് എന്ന് പറയാൻ കാരണം, ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് പറയാൻ കാരണം ഈ രണ്ട് ഇൻപുട്ടിൽ നിന്ന് വരുന്ന സിഗ്നലിന്റെ ഡിഫറൻസ് ആണ് ഔട്ട്പുട്ടിൽ കൂടി വരുന്നത്. അതായത് ഇവിടെ ഇത് പ്ലസ് ആണെങ്കിൽ ഇത് ഈ സിഗ്നൽ, ഈ രണ്ടിന്റെ ഡിഫറൻസ് ആണ്, ഈ രണ്ട് സിഗ്നൽ ആഡ് അല്ല ചെയ്യുന്നത്, ഈ രണ്ട് സിഗ്നലിന്റെ ഡിഫറൻസ് ആണ് ഇതിൽ കൂടി പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ സിഗ്നലിനെ നമ്മൾ ഒരു ഇൻപുട്ടിൽ കൂടി നമ്മൾ കടത്തി വിടും. യു പാസ് ആസ് സച്ച്, ആ ഇൻസ്ട്രുമെന്റിൽ നിന്ന് വരുന്ന സിഗ്നൽ ആസ് സച്ച് ഒരു ഇൻപുട്ടിൽ കൂടി കടത്തി വിടും. രണ്ടാമത്തെ ഔട്ട്പുട്ട് ഇൻപുട്ടിൽ കൂടി നമ്മൾ എന്താ ചെയ്യുന്നത്, അതേ സിഗ്നല് നമ്മൾ കടത്തിവിടും, പക്ഷെ ആ സിഗ്നൽ ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ആ സിഗ്നല് ഒരു ഇൻപുട്ടിൽ കൂടി ആ സിഗ്നലിനെ ഒന്നും ചെയ്യാതെ അങ്ങനെ നമ്മൾ കടത്തിവിടും. രണ്ടാമത്തെ ഇൻപുട്ടിൽ കൂടി ആ സിഗ്നലിനെ വേറൊന്നും ചെയ്യില്ല, ഇൻവേർട്ട് ചെയ്യും. ഒന്ന് തലതിരിച്ചു ഇൻവേർട്ട് ചെയ്ത്, അതായത് പ്ലസ് ഉള്ള ഭാഗത്ത് മൈനസ് ആവും, മൈനസ് ഉള്ള ഭാഗത്ത് പ്ലസ് ആയിട്ട് ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ കടത്തിവിടും. അപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇങ്ങനെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ട് സിഗ്നലിന്റെ ഡിഫറൻസ് ആണ് പുറത്തോട്ട് വരുന്നത്. അപ്പോ ഓൾറെഡി നമ്മൾ അതിനെ ഇൻവേർട്ട് ചെയ്തു, അതിനെ തിരിച്ച് അതിന്റെ ഡിഫറൻസ് ആണ്. അപ്പോ ഡിഫറൻസ് ആണ്, മൈനസ് വീണ്ടും പ്ലസ് ആവും, പ്ലസ് ആണ് പിന്നെ മൈനസ്, ആ ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. ഈ ഔട്ട്പുട്ട് ആണ് പുറത്തോട്ട് വരുന്നത്. ഈ നോയ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സ്ഥലത്ത് നോയ്സ് പോസിറ്റീവ് ആയിരിക്കും, ചില സ്ഥലത്ത് നെഗറ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് സിഗ്നൽ ഇന്റൻസിറ്റി എപ്പോഴും ഒരേപോലെയാണ്. സിഗ്നൽ ഇന്റൻസിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിട്ട് തന്നെ. അപ്പൊ പ്ലസ് ആയ സിഗ്നലിന് ഒരു ഇഞ്ച് കൂടി നമ്മൾ പ്ലസ് ആയിട്ട് തന്നെ കടത്തി വിടും, മറ്റേ ഇൻപുട്ടിൽ കൂടി നമ്മൾ അതിനെ മൈനസ് ആക്കി തന്നെ കടത്തി വിടും. പക്ഷെ ഡിഫറൻസ് ആയതുകൊണ്ട് ആ മൈനസ് ഡിഫറൻസ് എടുക്കുമ്പോൾ ആ മൈനസ് പിന്നെ പോസിറ്റീവ് ആയിട്ട് വരും. അപ്പോ 2 മൈനസ് 2 അതിന്റെ ഡിഫറൻസ് എന്നാൽ 2 ഓഫ് മൈനസ് ഓഫ് മൈനസ് 2, അപ്പൊ 2 പ്ലസ് 2 ആയിട്ട് മാറും. അതേപോലെ തന്നെ നമ്മൾ അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ആ സിഗ്നലിന് വീണ്ടും തിരിച്ച് ഇന്റൻസിറ്റി കൂടി അത് ആഡ് ചെയ്യുന്ന പോലെ. പക്ഷെ നോയ്സ് ചില സ്ഥലത്ത് പോസിറ്റീവ്, ചില സ്ഥലത്ത് നെഗറ്റീവ് ആയത് കാരണം നോയ്സ് ക്യാൻസൽ ചെയ്ത് പോകാം. അപ്പൊ അങ്ങനെ ആ സമയത്ത് നോയ്സ് ക്യാൻസൽ ചെയ്ത് പോകും, നേരെ മറിച്ച് സിഗ്നൽ ക്യാൻസൽ ആവില്ല, നോയ്സ് ക്യാൻസൽ ചെയ്തു. അപ്പൊ പുറത്തോട്ട് വരുന്ന സിഗ്നൽ നോയ്സ് ഫ്രീ ആയിരിക്കും. കംപ്ലീറ്റ്ലി നോയ്സ് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പരിധി വരെ നോയ്സ് ഫ്രീ ആയിട്ടായിരിക്കും ആ സിഗ്നൽ വരുന്നത്. അപ്പൊ മോസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എംപ്ലോയ് എ ഡിഫറൻസ് ആംപ്ലിഫയർ ഫോർ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷൻ. നോയ്സ് ജനറലി അപ്പിയേഴ്സ് ഇൻ ഫേസ്. അപ്പൊ നോയ്സ് എപ്പോഴും ഫേസിലായി, ഒരേ ഫേസിലായി. ഇൻവേർട്ടിംഗ് ആൻഡ് അപ്പൊ ഒരു ഇൻപുട്ട് ഇൻവേർട്ടിംഗ്, മറ്റേത് നോൺ ഇൻവേർട്ടിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒന്ന് പോസിറ്റീവ് അതിന് നോൺ ഇൻവേർട്ടിംഗ് എന്ന് പറയും, ഒരു ഇൻപുട്ട് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറയും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ്. അപ്പൊ ഇത് രണ്ടിനെയും കൂടി കടത്തി വിടും. അപ്പൊ നമ്മള് ഈ പ്ലസിൽ കൂടി സിഗ്നൽ ആസ് എന്ന് നമ്മൾ കടത്തി വിടും, മൈനസ് ഇൻപുട്ടിൽ കൂടി ആ സിഗ്നലിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ടാണ് കടത്തി വിടും. അപ്പൊ സിഗ്നൽസ് അങ്ങനെ പോകുമ്പോൾ സിഗ്നൽസ് ക്യാൻസൽ ചെയ്ത് പോകും, നേരെ മറിച്ച് നോയ്സ് ക്യാൻസൽ ചെയ്ത് പോകും, സിഗ്നൽ ആഡ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ നോയ്സ് ക്യാൻസലേഷൻ ഇയർബഡ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടോ. നോയ്സ് ക്യാൻസലേഷൻ ഇയർബഡ്സ് വില കൂടുതലാണ്. ബോസിന്റെ ഇയർബഡ്സ് ഉണ്ട് 15 മിനിമം 50,000 എങ്കിലും അത് കേട്ടോ. നോയ്സ് ക്യാൻസലേഷൻ വില പറഞ്ഞ ഇയർബഡ്സ് ഉണ്ട്. നോയ്സ് ക്യാൻസലേഷൻ എന്നൊക്കെ പറയുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ചെയ്യില്ല. എനിവേ വില കൂടിയ നല്ല ഇയർബഡ്സ് ഒക്കെയാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ ടൈപ്പ് ഡിഫറൻസ് ആംപ്ലിഫയർ. അപ്പൊ നമുക്കറിയാം ആ ഇയർബഡ്സ് കൂടി പുറത്തുള്ള നോയ്സ് ഒന്നും കേറില്ല. നമ്മൾ സംസാരിക്കുന്ന നോയ്സ് അല്ലെങ്കിൽ കേൾക്കുന്ന പാട്ട് മാത്രമാണ് അതിൽ കൂടി നമുക്ക് കേൾക്കുള്ളൂ. പുറത്തുള്ള ഒരു നോയ്സ് നമുക്ക് നല്ല നോയ്സ് ക്യാൻസലേഷൻ ഇയർബഡ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് ഡിഫറൻസ് ആംപ്ലിഫയർ ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഡിഫറൻസ് ആംപ്ലിഫയർ ഇതൊരു 3 ഡിഫറൻസ് ആംപ്ലിഫയർ ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരെണ്ണം ഒരു ഡിഫറൻസ് ആംപ്ലിഫയർ ആണ്, ഇത് വേറെ ഒരു ഡിഫറൻസ് ആംപ്ലിഫയർ ആണ്. ഇത് സർക്യൂട്ട് ആണ്, ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ, ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഡിഫറൻസ് ആംപ്ലിഫയർ 2 ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഒരു ഇൻപുട്ടിനെ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറയും, അതിന് സൈൻ മൈനസ് ആയിട്ട് കൊടുക്കും. മറ്റേത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറയും, അതിന്റെ സൈൻ പോസിറ്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഈ രണ്ട് സിഗ്നൽസിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ പുറത്തു പോകുന്ന ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഡിഫറൻസ് ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോയ്സിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെയുള്ള സോഫ്റ്റ്വെയർ മെത്തേഡ്സ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഹാർഡ്വെയർ മെത്തേഡ്സ്. ഹാർഡ്വെയർ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞത് ഷീൽഡിങ് ഗ്രൗണ്ടിങ്.
പ്രധാനപ്പെട്ട കമ്പോണൻസ് ഇൻസ്ട്രുമെന്റ് കമ്പോണൻസിനെ ഷീൽഡ് ചെയ്യുക, എന്നിട്ട് അതിനെ എർത്തിലോട്ട് കണക്ട് ചെയ്യുക. പിന്നെയുള്ള ഫിൽറ്ററിംഗ്, അനലോഗ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാം. ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോയിസിനെ കളയാൻ പറ്റും. പിന്നെയുള്ള മോഡുലേഷൻ ആണ്. ഫ്രീക്വൻസി സിഗ്നൽസിനെ മോഡുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻസി കൂട്ടി പിന്നെ കുറച്ചും അതേപോലെ തന്നെ ഫിൽറ്റേഴ്സ് കൂടി പാസ് ചെയ്തിട്ടും അതിനെ മോഡുലേറ്റ് ചെയ്തിട്ട് നോയിസ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഡിഫറൻസ് ആംപ്ലിഫയർ എംപ്ലോയ് ചെയ്തിട്ടും നമുക്ക് ഈ നോയിസിനെ ഇല്ലാതാക്കാൻ പറ്റും, നോയിസിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതൊക്കെ ഹാർഡ്വെയർ മെത്തേഡ്സ്. ഇനിയുള്ള സോഫ്റ്റ്വെയർ മെത്തേഡ്സ്. സോഫ്റ്റ്വെയർ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ചില കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് അൽഗോരിതംസ്, ചില കമ്പ്യൂട്ടർ അൽഗോരിതംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് നോയ്സി ഡാറ്റയിൽ നിന്ന് സിഗ്നൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഇതില് സോഫ്റ്റ്വെയർ മെത്തേഡ്സ് പല ടൈപ്പ് സോഫ്റ്റ്വെയർ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതില് ആവറേജ്, വേരിയസ് ടൈപ്പ് ഓഫ് ആവറേജ് എന്ന് പറഞ്ഞാൽ എൻസെമ്പിൾ ആവറേജ്, ബോക്സ് കാർ ആവറേജ് ചില സോഫ്റ്റ്വെയർ മെത്തേഡ്സ് ആണ്. ഡിജിറ്റൽ ഫിൽറ്ററിംഗ് ഉണ്ട്, ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട്, സ്മൂത്തിങ് ആൻഡ് കോറിലേഷൻ ടെക്നിക്സ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഇതൊക്കെ ചില സോഫ്റ്റ്വെയർ മെത്തേഡ്സ് ആണ്. അപ്പൊ അതില് കമ്പ്യൂട്ടർ ആവറേജ് ഒരു മെത്തേഡ്. ഇതെങ്ങനെയാണ് നോക്കാം. കമ്പ്യൂട്ടർ ആവറേജ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ദ സ്പെക്ട്രം സ്റ്റെപ്പ് വൈസ് ഇൻ എ കമ്പ്യൂട്ടർ. ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് ഇൻട്രസ്റ്റിംഗ് മെത്തേഡാണ്. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുന്നത്, ആ സ്പെക്ട്രം ഭയങ്കര നോയ്സ്, ഇപ്പോൾ സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, സിഗ്നൽ നോയ്സ് കൂടുതലാണ്. ഇപ്പോൾ നോയ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത്. അപ്പോൾ വളരെ നോയ്സി ആയിട്ട് ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ സ്കാൻ ചെയ്യുന്നത് 400 to 600 നാനോമീറ്റർ വേവിലുള്ള ഒരു സ്പെക്ട്രമാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ സ്പെക്ട്രത്തിനെ നമ്മൾ കുറെ സ്പ്ലിറ്റ് ചെയ്യും, കുറെ സ്മോൾ ബിറ്റ്സ് ആക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ ഫോർ എക്സാമ്പിൾ പുറത്തൊരു റഫായിട്ട് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 400 to 600 നാനോമീറ്റർ ഉള്ള ആ സ്പെക്ട്രത്തിനെ ഞാൻ കുറെ പീസസ് ആക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ ഓരോ ഡാറ്റ പോയിന്റ്സ് നമ്മൾ സേവ് ചെയ്യും. ഓരോ കമ്പ്യൂട്ടറിന്റെ ഓരോ മെമ്മറിയിലാണ് നമ്മൾ ആദ്യം ഇതിനെ സ്റ്റോർ ചെയ്യും. അതായത് ആ സാമ്പിളിന്റെ 401 അബ്സോർപ്ഷൻ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും, 402 അബ്സോർപ്ഷൻ മറ്റൊരു മെമ്മറി സ്റ്റോർ ചെയ്യും, ബി എന്ന് പറയുന്ന മെമ്മറി സ്റ്റോർ ചെയ്യും, 403 അബ്സോർപ്ഷൻ സി എന്ന് പറയുന്ന മെമ്മറി സ്റ്റോർ ചെയ്യും. അങ്ങനെ ഓരോ ടൈപ്പ് എ ബി സി അങ്ങനെ പല മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും സ്പെക്ട്രം സ്കാൻ ചെയ്യും. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ആ സ്പെക്ട്രത്തിനെ ഒരു കുറെ ബിറ്റ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 401 അബ്സോർപ്ഷൻ, മറ്റൊരു പറഞ്ഞ 401 അബ്സോർപ്ഷൻ വീണ്ടും നമ്മൾ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. പക്ഷെ ഓർക്കേണ്ട കാര്യം, നേരത്തെ 401 അബ്സോർപ്ഷൻ ഏത് മെമ്മറിയിലാണോ സ്റ്റോർ ചെയ്ത് അതേ മെമ്മറി തന്നെയാണ് രണ്ടാമതും സ്പെക്ട്രം റെക്കോർഡ് ചെയ്തിട്ട് ആ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. അതായത് 401 മെമ്മറി നമ്മൾ ആദ്യം സ്പെക്ട്രം റെക്കോർഡ് ചെയ്തത് 401 അബ്സോർപ്ഷൻ നമ്മൾ എ എന്ന് പറയുന്ന മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യവും സ്പെക്ട്രം റെക്കോർഡ് ചെയ്തിട്ട് ആ ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ സ്പെക്ട്രം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 401 അബ്സോർപ്ഷൻ നമ്മൾ വീണ്ടും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എ തന്നെയാണ്. 402 അബ്സോർപ്ഷൻ നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്യുന്നത് ബി തന്നെയാണ്. 403 അബ്സോർപ്ഷൻ നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്യുന്നത് സിയിലായിരിക്കും. ഇതിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യും. മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ 401 അബ്സോർപ്ഷൻ എല്ലാം എ എന്ന് പറയുന്ന മെമ്മറിയിലായിട്ട് സ്റ്റോർ ചെയ്യും. 402 അബ്സോർപ്ഷൻ മുഴുവൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ബി എന്ന് പറയുന്നത് അത് മാത്രമല്ല ബിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. 403 അബ്സോർപ്ഷൻ മുഴുവൻ നമ്മൾ 3യിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഡാറ്റ ഇങ്ങനെ ആഡ് ചെയ്ത് പക്ഷെ നോയ്സ് ഇൻട്രസ്റ്റ് ചെയ്യാം. നോയ്സ് ഒരു പോയിന്റിൽ നോയ്സ് ഒരു ഭാഷ സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നോയ്സ് പോസിറ്റീവ് ആണ്. അടുത്ത പ്രാവശ്യം അതേ സാമ്പിളിന്റെ സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള നോയ്സ് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരും. ഇപ്പൊ 401 ഒരു ഭാഷ നമ്മൾ സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുമ്പോൾ 401 അബ്സോർപ്ഷൻ ഉള്ള നോയ്സ് പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുമ്പോൾ 401 നോയ്സ് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരും. അപ്പൊ നോയ്സ് ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ വരും. നോയ്സ് സിഗ്നലിന് അങ്ങനെ ഏറ്റക്കുറച്ചിൽ വരുന്ന 401 സിഗ്നലിൽ എന്താണോ അത് തന്നെയായിരിക്കും വീണ്ടും സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുമ്പോൾ 401 സിഗ്നൽ പക്ഷെ നോയ്സ് കൂടി കുറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന കഴിയുമ്പോൾ സിഗ്നൽ തമ്മിൽ ആഡ് ചെയ്യും. 401 സിഗ്നൽസ് മുഴുവൻ നമ്മൾ ആഡ് ചെയ്യാം, 402 സിഗ്നൽസ് മുഴുവൻ നമ്മൾ ആഡ് ചെയ്യാം, 403 സിഗ്നൽ തമ്മിലെല്ലാം ആഡ് ചെയ്യും. കാരണം സിഗ്നൽ ഒരേ സമയത്ത് എല്ലാ സമയത്തും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സിഗ്നൽസ് ഏറ്റക്കുറച്ച് വരില്ല, സിഗ്നൽ എഴുതി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളൊരു സിഗ്നൽസ് നമ്മൾ ഒരു സ്പെക്ട്രം എടുത്തിട്ട് n നമ്പർ ഓഫ് ടൈംസ് സ്കാൻ ചെയ്ത്, അതായത് 100 ടൈംസ് നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് 100 ടൈംസ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ 100 ടൈംസ് നമ്മൾ ഒരേ സ്പെക്ട്രം നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെക്ട്രം എല്ലാം കൂടി നമ്മൾ ഒരേ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ആ മെമ്മറിയിലുള്ള സിഗ്നൽ ഇന്റൻസിറ്റി എത്ര 100 ടൈംസ് ആയിട്ട് കൂടും. പക്ഷെ നോയ്സ് അങ്ങനെയായിരിക്കും, നോയ്സ് 100 ടൈംസ് കൂടില്ല.
നോയ്സ് അതിന്റെ റൂട്ട് ആയിട്ട് കൂടും. അപ്പൊ 100 ടൈംസ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നോയ്സിന്റെ ഇന്റൻസിറ്റി 100ന്റെ റൂട്ട് ആയിട്ട് കൂടും. 10 ടൈംസ്. അപ്പൊ സിഗ്നൽ ഇന്റൻസിറ്റി 100 ടൈംസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ ഇന്റൻസിറ്റി 100 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തെങ്കിൽ നോയ്സിന്റെ ഇന്റൻസിറ്റി 100 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത അതിന്റെ 10 ടൈംസ് മാത്രമേ ഇൻക്രീസ് ചെയ്യൂ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ ആവറേജ് എന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം ഈ മുഴുവൻ പല മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഈ പഴയ എല്ലാ ഇതിനെയും നമ്മൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂടും, നോയ്സിന്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടും സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വളരെ കൂടി. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ആവറേജ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ദ സ്പെക്ട്രം സ്റ്റെപ്പ് വൈസ് ഇൻ ടു എ കമ്പ്യൂട്ടർ. ആഫ്റ്റർ n scans, n number of scans ചെയ്തു തന്നെ 10 or 100 the signal will be n times larger. Signal intensity n times ആയിട്ട് കൂടും. Whereas the noise will accumulate less rapid. Noise accumulate ചെയ്യുന്ന slow ആയിട്ടായിരിക്കും. അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ S/n സിഗ്നലിന്റെ സ്ട്രെങ്ത് n ടൈംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നോയ്സിന്റെ ഇന്റൻസിറ്റി n റേസ് ടു ഹാഫ്, അതായത് റൂട്ട് ഓഫ് n ടൈംസ് അത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ S/n റേഷ്യോ എത്ര കൂടും? ഇവിടെ ഈ ആർക്ക് ഇത് പോകും. അപ്പൊ n റേസ് ടു ഹാഫ് ടൈംസ്. അപ്പൊ 100 ടൈംസ് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത് 100 ടൈംസ് ആയിട്ട് കൂടും, നോയ്സിന്റെ സ്ട്രെങ്ത് 10 ടൈംസ് ആയിട്ട് കൂടും. അപ്പോൾ 100/10 എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 10 ടൈംസ് ആയിട്ട് കൂടും. ഇതിനെയാണ് കമ്പ്യൂട്ടർ ആവറേജ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് നോക്കുമ്പോൾ പറയുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് വരും. കാരണം ഇത്രയും സ്കാൻ നമുക്ക് ചെയ്യേണ്ടി വരും. 100 ഞാനൊരു ഇത് റഫായിട്ട് പറഞ്ഞുള്ളൂ. 100 ടൈംസ് ഒന്നും ആയിരിക്കും, അതിന് കൂടുതൽ ടൈംസ് ആയിരിക്കും സിസ്റ്റം സ്കാൻ ചെയ്യും. അപ്പോൾ ഈ ടൈമിൽ ഈ സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്യുന്ന വരെ സ്കാൻ ചെയ്യുന്ന വരും ഇവിടെ 100 or 1000 ടൈംസ് ഒക്കെ സ്പെക്ട്രം സ്കാൻ ചെയ്ത് വരും. അപ്പോൾ നാച്ചുറലി നമുക്ക് തോന്നും അത്രയും ടൈം എടുക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് കമ്പ്യൂട്ടർ ആവറേജിങ്, ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്. ആ മെത്തേഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുന്ന ടൈം കൊണ്ട് ഇത്രയും സ്പെക്ട്രം അറ്റ് എ ടൈം നമുക്ക് റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് സ്പെക്ട്രം 5000 സ്കാനൊക്കെ അത് ഒരുമിച്ച് നടത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ള മെത്തേഡ്സ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഉണ്ട്. അപ്പൊ വിത്തിൻ എ ഷോർട്ട് ടൈം കംപ്ലീറ്റ് ഓൾ ദിസ്. അപ്പൊ അതിന്റെ സമയം ഇപ്പൊ കൺസ്യൂം ചെയ്യില്ല. അപ്പൊ അതാണ് ഈ നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ ആവറേജ്. ഇതൊരു സോഫ്റ്റ്വെയർ മെത്തേഡാണ്. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ആവറേജ് മെത്തേഡ് വഴി നമുക്ക് S/n റേഷ്യോ നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ ഈ കമ്പ്യൂട്ടർ ഈ നമ്മുടെ സ്പെക്ട്രോമീറ്ററിലോട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ വേറെ അഡ്വാൻറ്റേജസ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടാൻ മാത്രമല്ല അതിൻ്റെതായ വേറെ പല ഇതും നമുക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മള് അബ്സോർപ്ഷൻ സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതാണ് സോൾവെന്റ് എടുക്കേണ്ടത് ആ സോൾവെന്റ് വെച്ച് നമുക്ക് ആദ്യം ഒരു പ്ലാൻ ചെയ്യേണ്ടി വരും. ഇപ്പൊ അസിറ്റോൺ വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എടുക്കണമെങ്കിൽ നമ്മളൊരു ക്യൂവറ്റില് ബ്ലാങ്കില് സാമ്പിൾ ഈ സോൾവെന്റ് മാത്രം എടുത്തിട്ട് ആദ്യം ഒരു സ്പെക്ട്രം റെക്കോർഡ് ചെയ്യണം. ബ്ലാങ്ക് സ്പെക്ട്രം എന്ന് പറയും. അപ്പൊ അതിന് ഓരോ പ്രാവശ്യം ഇനി നമ്മൾ ഈ അസിറ്റോൺ മെത്തനോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വീണ്ടും മെത്തനോൾ വെച്ചിട്ട് ഒരു ബ്ലാങ്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കമ്പ്യൂട്ടറായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ എന്തായാലും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കമ്പ്യൂട്ടറിൽ ഓരോ സോൾവെന്റിന്റെ സ്പെക്ട്രം ഓൾറെഡി റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ ഓരോ പ്രാവശ്യം നമുക്ക് പിന്നെ ബ്ലാങ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആ കമ്പ്യൂട്ടറിൽ എല്ലാ സോൾവെന്റിന്റെ സ്പെക്ട്രം റെക്കോർഡർ ആണെങ്കിൽ ഓൾറെഡി നമുക്ക് ഏതാണ് സോൾവെന്റ് എന്ന് കമ്പ്യൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇന്നതാണ് സോൾവെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്പെക്ട്രം എന്താ പറയാ നമ്മുടെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ആ ബ്ലാങ്ക് തനിയെ അപ്പൊ തന്നെ ബ്ലാങ്ക് തരും, അതിന്റെ സ്പെക്ട്രം എടുത്തു തരും. പിന്നെ ഉള്ളത് പല ടെമ്പറേച്ചറിൽ നമുക്ക് സാമ്പിൾ ചെയ്യണമെന്നൊക്കെ. അപ്പൊ ആദ്യം 30 ഡിഗ്രിയില് സ്പെക്ട്രം എടുക്കും, പിന്നെ 35 ഡിഗ്രി സ്പെക്ട്രം എടുക്കും, 40 ഡിഗ്രിയില്. അപ്പൊ നമ്മളൊരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്പെക്ട്രം 30 ഡിഗ്രിയിൽ, പിന്നെ സ്പെക്ട്രം 35 ഡിഗ്രി, പിന്നെ 40 ഡിഗ്രിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പിന്നെ നമുക്ക് അവിടെ നിൽക്കേണ്ട ഫുൾ ടൈം അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പെക്ട്രം റെക്കോർഡ് ചെയ്യും കമ്പ്യൂട്ടർ. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് 35 ഡിഗ്രിയിൽ എത്തുമ്പോൾ അത് വീണ്ടും സ്പെക്ട്രം കൊടുക്കും. പിന്നെ അത് പഴയ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് 40 ഡിഗ്രി റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സാമ്പിൾസ് അറ്റ് ടൈം നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മൾട്ടിപ്പിൾ സാമ്പിൾസ് നമ്മൾ അവിടെ നിൽക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം സാമ്പിൾ വയ്ക്കും, ആദ്യത്തെ സാമ്പിൾ വയ്ക്കും, സ്പെക്ട്രം റെക്കോർഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ആ സാമ്പിൾ മാറ്റി രണ്ടാമത്തെ സാമ്പിൾ വയ്ക്കും, വീണ്ടും സ്പെക്ട്രം. അപ്പൊ നമ്മൾ ഫുൾ ടൈം അവിടെ വയ്ക്കാം. പക്ഷെ ഓട്ടോമേറ്റഡ് ആണെങ്കിൽ എന്താ ചെയ്യാൻ നമ്മൾ എല്ലാ സാമ്പിളും ഒരുമിച്ചാണ് ലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ ആദ്യത്തെ സാമ്പിൾ സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത സാമ്പിൾ അത് തനിയെ എഴുതുകയും
അടുത്ത ആ സാമ്പിൾ അത് പെർഫോം ചെയ്യും, സ്കാൻ ചെയ്യും, അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സാമ്പിൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഫുൾ ടൈം നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമേറ്റഡ് ആയിട്ട് അത് എല്ലാം ചെയ്തു. അപ്പൊ നമ്മുടെ സമയം ലാഭിക്കുകയും ഒക്കെ കൂടുതൽ നല്ല റിസൾട്ട്, ആക്യുറസി കൂടിയ റിസൾട്ട്സ് ഒക്കെ അതുപോലെ നമുക്ക് കമ്പ്യൂട്ടർ സ്പെക്ട്രോമീറ്ററിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് അതിൻ്റെതായത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കമ്പ്യൂട്ടർ ആവറേജ്. പ്രധാനമായിട്ട് നമ്മൾ ഹാർഡ്വെയർ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മെത്തേഡ്, മെയിൻലി കമ്പ്യൂട്ടർ ആവറേജ് മെത്തേഡാണ് നമ്മളിവിടെ പഠിച്ചത്. ഈ വഴിയൊക്കെ നമുക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും പറയുന്നത്. ഇതൊക്കെ വഴിയാണ് നോയ്സ് കുറയ്ക്കാൻ അല്ലെങ്കിൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് കൂടാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് നമുക്ക് വെച്ച് നോക്കാം. ഇത്രയാണ് നമുക്ക് നോയ്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നോയ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടാനുള്ള മാർഗം നമുക്ക് പറഞ്ഞു. ഓക്കെ, സോ താങ്ക് യു ഓൾ.